ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരി മോള് അവിടുത്തെ വേലക്കാരിയായിട്ട് സംസാരിക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡി ഗാർഡിങ് എത്തും. ബോഡി ഗാർഡിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൗരിക്കുട്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ഇന്നത് ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വേലക്കാരി ഇതെല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗൗരിക്കുട്ടി പറയുന്നതൊക്കെ കേട്ട വേലക്കാരി പോലും ഞെട്ടിപ്പോയി. അപ്പോൾ ഈ വരുന്നയാളെ ഇന്ന് തന്നെ ഓടിക്കുമോ എന്ന ചേച്ചി ചോദിച്ചു. അപ്പോൾ അപ്പം തന്നെ ഞാൻ ഓടിക്കും. അപ്പോഴേക്കും ഗൗരി എന്നും പറഞ്ഞ് വിളിച്ചു വേദ. അതെ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, അമ്മയോട് പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗരിക്കുട്ടി അവിടെ നിന്ന് ഓടി അങ്ങ് പോയി. ആ സമയത്ത് വേലക്കാരി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വേദ ഫുഡുമായിട്ട് വന്നത് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക്. മോളിങ് വന്നേപ്പോൾ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകണു. ആ സമയത്ത് കുഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അത് കണ്ടപ്പോൾ വേദ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല, അമ്മയ്ക്ക് തോന്നണതാണെന്ന് ഗൗരിക്കുട്ടി പറഞ്ഞു. അപ്പം എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലെന്നേ എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ നിൽക്കുക. വാ എന്നും പറഞ്ഞ് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അടുത്തുകൊണ്ട് ഇരുത്തി വേദ ഫുഡ് വാരി കൊടുക്കുക. അപ്പോൾ വരുന്നയാൾ ഗൗരിക്കുട്ടിയെ തല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്താലോ എന്നും പറഞ്ഞു ഗൗരിക്കുട്ടിയും അതുപോലെ വേദയും കൂടി സംസാരിക്കുന്നതിനിടയിൽ കൊച്ചി ചോദിച്ചു, ഗൗരിക്കുട്ടിയെ വരുന്നയാൾ തല്ലാനോ അങ്ങനെ എങ്ങാനും തല്ലിയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എങ്ങാനും തല്ലിയാൽ ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കില്ലേ അമ്മ അയാളെ? അപ്പോൾ അമ്മയില്ലാത്ത സമയത്ത് ഞാൻ അയാളെ വറക്കുമെന്ന് നമ്മുടെ ഗൗരിക്കുട്ടി. അയാൾ ചിലപ്പോൾ ഒരു പാവമായിരിക്കുമെന്നും ഗൗരിക്കുട്ടിക്ക് വെറുതെ അങ്ങനെ തോന്നുന്നതാണെന്നും വേദ പറയുമ്പം അങ്ങനെ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞതെന്ന് ഗൗരിക്കുട്ടി അന്നേരം തിരിച്ചു ചോദിച്ചു. അപ്പം നമ്മൾ വിശ്വസിക്കാൻ പാടുമോ? വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞതെന്നൊക്കെ ഗൗരിക്കുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ടാവും തരുൺ അയാളെ വെച്ചത്. അപ്പം ചിലപ്പോൾ അച്ഛനെയും പറ്റിച്ചതാണെങ്കിലോ? പോലീസിനെയും പറ്റിക്കുന്ന കള്ളന്മാരുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഗൗരിക്കുട്ടി. മതി, നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഗൗരിക്കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കുക വേദ. അമ്മ പറഞ്ഞു തന്ന കഥയില്ലേ വേതാളം? അപ്പം വേതാളത്തിനെ പോലെ എന്നെ ശല്യം ചെയ്യാൻ വന്ന ഉറപ്പായും ഞാൻ ആ രാജാവിൻ്റെ വാളെടുത്ത് വെട്ടും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കരുതേ, അതൊന്നും പാടില്ല കേട്ടോ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ മോളെ സമാധാനിപ്പിക്കുക. അമ്മ പറഞ്ഞു തന്ന കഥയിൽ വേതാളം രാജാവുമായിട്ട് അങ്ങനെ വഴക്കുണ്ടോ? പിന്നെ എന്നും വഴക്കില്ലായിരുന്നോ? അത് സ്നേഹം കൊണ്ടുള്ള വഴക്കായിരുന്നില്ലേ? അയ്യടാ, അപ്പോൾ ഗൗരിക്കുട്ടി ഇന്ന് വരുന്നയാളെ സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹിക്കാൻ അച്ഛനും അമ്മയും മതി എന്ന് പറഞ്ഞ കൊച്ചിനോട് മതി എന്ന് പറഞ്ഞു വേദ. വരുന്ന ആളുമായിട്ട് ഗൗരിക്കുട്ടി വഴക്കിനൊന്നും പോവണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ ഉറപ്പായും ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് ഗൗരിക്കുട്ടി. ശരി, വേഗം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പോവാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആമിയും അതുപോലെ വിക്രവും കൂടി ഇങ്ങനെ ബൈക്കിൽ വരുക കേട്ടോ. അപ്പോൾ ആമി വിക്രത്തോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് വിക്രത്തിന് നല്ല ഉത്സാഹമുള്ള ദിവസമല്ലേ? ആണോ എന്ന് വിക്രം തിരിച്ചു ചോദിച്ചു. സാധാരണ ഒരു ജോലി കിട്ടിപ്പോകുന്നതിൻ്റെ അല്ല, അതല്ലാതെ ഒരു ഉത്സാഹം ഇല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വിക്രം ചിരിച്ചു. അതെ, ഞാൻ പറഞ്ഞ നേരല്ലേ എന്ന് ആമി ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു. ബസ് സ്റ്റോപ്പിൽ ആമിയെ ഇറക്കി. ഞാൻ പറഞ്ഞതിന് എന്താ മറുപടി ഒന്നും പറയാത്തേ? അങ്ങനെ ചോദിച്ചാൽ അത് ശരിയാ. അപ്പം ഐ ആം ഫീൽ സോ ത്രിൽഡ്. അതെന്തിനാ? അതെന്താണെന്ന് അറിയില്ല. ഇന്നലെ വരെ എനിക്ക് ആ തോന്നൽ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ പുലർക്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അത് പിന്നെ ഓർമ്മയില്ല. ചിലപ്പോൾ എന്താ കണ്ടതെന്ന് ഓർത്തെടുക്കാനേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവത്തില്ലേ? അങ്ങനെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. പക്ഷേ അത് കണ്ടതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു എന്ന് ആ സമയത്ത്. എഴുന്നേറ്റ ഉടനെ ഞാൻ ആലോചിച്ചത് ആ കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്ന് പോകണം എന്നുള്ളതായിരുന്നു എന്നും പറഞ്ഞു വിക്രം പറയാം. അപ്പോൾ എന്താണെന്നറിയാത്തൊരു ഉത്സാഹം തോന്നി എന്നും പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം? അതറിയില്ലെന്നേ. പക്ഷേ ഒരുപാട് അടുപ്പമുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രം ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. പോലീസുകാരനെയും കുടുംബത്തെയും കാണുന്നു. അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുമായിട്ട് സ്കൂളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് നിൽക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചറെ കാണുമ്പോൾ വിക്രം ഞെട്ടുന്നു. അതാ നിൽക്കുന്നു വേദ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആമയ്ക്കൊരു ചിരി, വിക്രത്തിനൊരു ചിരി. അപ്പോൾ ആമി വെച്ച് എന്തിനാ ചിരിച്ചതെന്ന്. അപ്പോൾ ഈ നാട്ടിൽ വന്ന് എന്നെ കാണാൻ പോലും ശ്രമിക്കാതെ ഒരു UKG ടീച്ചറായിട്ട് വേദ ജോലി ചെയ്യുമെന്നുള്ളൊരു ഭാവനയുണ്ടല്ലോ, അത് വളരെ വീക്കായിപ്പോയി കേട്ടോ നമ്മുടെ വിക്രം പറയാം. ഒന്നാമത്
അവൾക്ക് അങ്ങനെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്നും അവൾക്ക് വളരെ നല്ലൊരു പ്രൊഫഷൻ സ്വന്തമായിട്ടുണ്ടെന്നും വിക്രം പറയാം. 2 നാട്ടിൽ വന്നിട്ടും അവൾക്ക് എന്നെ തേടി വരാതിരിക്കാനേ ആവില്ല. അതിനിപ്പോൾ എത്ര വലിയ തടസ്സങ്ങളുണ്ടായാലും. അപ്പോൾ അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോട്ടെ, നമ്മുടെ വിക്രം സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആമി വിക്രത്തെ ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. വിക്രം ഇങ്ങനെ പോകുന്നപ്പോൾ വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. കോള് എടുത്തു. ഹലോ വിക്രം, പുറപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം ഓൺ ദ വേ ആണ് സാർ എന്ന് വിക്രം പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. നീ നിൻ്റെ പേരും പശ്ചാത്തലവും ഒന്നും അവിടെ പറയാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ സാറെന്ന് ചോദിച്ചു. വിക്രം എന്ന പേരും നീ കുറേ കാലം ജയിലിലായിരുന്നു എന്നൊന്നും അവിടെ പറയണ്ടാന്ന്. അപ്പോൾ വിക്രം അത് എടാ, ഒരു ജയിൽ പുള്ളിയെ പിടിച്ച് കുട്ടിക്ക് കാവലാൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാവല്ലോ. അപ്പോൾ പേരൊന്ന് മാറ്റി പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? അവർ വല്ല രേഖകളോ മറ്റോ ചോദിച്ചാലോ, ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും? അത് കേട്ടപ്പം അതൊന്നും ചോദിക്കത്തില്ലെന്നേ. ഞാൻ കാര്യങ്ങളെല്ലാം അതുപോലെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചാലല്ലേ അപ്പോൾ നമുക്ക് നോക്കാം. അന്നേരം അതിലും നല്ലത് പേരും സാഹചര്യങ്ങളും വിശദീകരിക്കുന്നതല്ല സാർ. നമ്മളായിട്ട് ഒരു കള്ളത്തരം ചെയ്തു എന്ന് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം നീ ചെല്ലുന്ന വീട്ടിൽ ഒരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്. അയാളുടെ ഭാര്യയും അമ്മയും മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്. അവരുടെ കുട്ടി ഒരു ജയിൽ പുള്ളിയാണ് സംരക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് തുടക്കത്തിലേ അവരറിഞ്ഞാലേ അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം? അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറാൻ കൂടിയാണ് ഇങ്ങനൊരു ജോലിയെന്നല്ലേ സാർ അന്ന് എന്നോട് പറഞ്ഞത്. അതൊക്കെ ശരിയാ. അത് പക്ഷേ ചെന്ന് കയറുന്ന ദിവസം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? ആദ്യം നീ കൊള്ളാവുന്ന ഒരാളാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും അവർക്ക് തോന്നട്ടെ. എത്രയും പെട്ടെന്ന് അങ്ങനെ നീ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. അതിനുള്ളിൽ അവർ രേഖകൾ എന്തെങ്കിലും കൊടുത്താൽ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഫോണും കട്ട് ചെയ്തു. എന്നിട്ട് ഈ സാറും ഇങ്ങനെ നിൽക്കുന്നു. വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് വണ്ടിയിൽ അങ്ങ് പോണു. സ്വന്തം കുഞ്ഞിന് കാവലാളായി നമ്മുടെ വിക്രം വേദയുടെ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വേദയൊക്കെ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ വേദയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അടുത്ത ജോലിക്കാരിയെ കൊണ്ട് വേഗം ഫോൺ എടുപ്പിക്കുക വേദയെ. അപ്പോൾ വേദ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് മുഴുവനാക്കുക, ഓഫീസിൽ നിന്നാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വേദ അങ്ങ് പോണു. ഹലോ, അയ്യോ ആണോ, എപ്പോഴാന്ന് ചോദിച്ചു വേദ വിളിക്കാം. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട മാക്സിമം 2 മണിക്കൂർ. സാർ ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ RTA കണക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തരുൺ അങ്ങോട്ടേക്ക് വന്നു. എന്ത് പറ്റി വേദ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം അവിടെയുള്ളൊരു ഇൻഡസ്ട്രി ഏരിയയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഉടനെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞെന്നും ഞാൻ ഇറങ്ങുകയാണെന്നും വേദ പറയുകയാണ്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് വേദ പോകാൻ നോക്കുമ്പോൾ അമ്മ പോവാണോ എന്ന് ചോദിച്ചു കേട്ടോ ഗൗരിക്കുട്ടി. അതെ മോളെ, ഒരു ഫാക്ടറി മുഴുവനായിട്ട് തീ പിടിച്ചിരിക്കുകയാണെന്നും അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഗൗരിമോൾക്ക് വേണ്ടി അയാളുടെ അടുത്ത് പറയാമെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടോ. അന്നേരം എന്ത് ചെയ്യും, നമ്മുടെ വേദ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ തരുൺ മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞിങ്ങനെ മോളെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് നോക്ക്, അമ്മ പോയിക്കോട്ടെ, അച്ഛനുണ്ടല്ലോ മോളുടെ ഒപ്പം, എന്താ അത് പോരേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗൗരിക്കുട്ടിക്ക് ഭയങ്കര സങ്കടം. ഗൗരിക്കുട്ടി സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ആ സമയത്ത് അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വേദ പുറപ്പെട്ടോ, അപ്പോൾ മിക്കവാറും എനിക്കും വിളി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വരുമ്പോൾ നമുക്ക് നോക്കാം, തൽക്കാലം ഞാൻ പുറപ്പെടാൻ നോക്കാൻ പറഞ്ഞു, സമയം കളയണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വേദയെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ വേദ അങ്ങ് പോയി. അപ്പോൾ വിക്രം ദേ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നു. അതും വേദ പോയ ആ വണ്ടിയുടെ തൊട്ടരികിലൂടെയാണ് നമ്മുടെ വിക്രം ബൈക്കിനങ്ങ് പോകുന്നത്. പക്ഷെ വേദ ഡ്രൈവറുമായിട്ട് സംസാരിച്ചിരുന്നത് കൊണ്ട് വിക്രത്തെ കണ്ടില്ല. അങ്ങനെ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ മറവിൽ നമ്മുടെ വേദയും വിക്രവും തമ്മിൽ കാണാതെ പോവുക. ഈ സമയത്ത് ഗൗരിമോളുടെ റൂമിൽ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മ സമാധാനിപ്പിക്കുക, അതായത് അച്ഛമ്മ സമാധാനിപ്പിക്കുകയാണ്. മോൾ ആദ്യമായിട്ടാണോ അമ്മ പോകുന്നത് കാണുന്നത് എന്നും ചോദിച്ച് ഫോൺ വന്നാൽ പിന്നെ അമ്മയ്ക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കാൻ പറ്റുമോ എന്നാൽ കൊച്ചന്നേരം ചോദിക്കാം. അപ്പോഴത്തേക്ക് തരുൺ അങ്ങോട്ടേക്ക് വന്നു. എന്താണെന്ന് ചോദിച്ചു. എന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ഇരിക്കണം. ആ സമയത്ത് ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് തരുൺ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഗൗരിക്കുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. ഗൗരിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. ദേ നോക്കിയേ, ഈ പാല് കുടിച്ചേ. അപ്പം എനിക്കെങ്ങും വേണ്ട എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഗൗരിമോൾ ഇരിക്കുമ്പോൾ അമ്മയുടെ ജോലി തിരക്ക് മോൾക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞിരിക്കുമോ കൊച്ച്, ഒരുപാട് ആൾക്കാരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ജോലിയാണ്, മോൾക്കത് അറിയത്തില്ലേ?
നോക്ക്, ആളുകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് പ്രശ്നം വരുമ്പോഴോ? അപ്പം മോൾക്കിപ്പോൾ എന്താ പ്രശ്നം? അഥവാ പ്രശ്നം വന്നാൽ തന്നെ അച്ഛനല്ലേ ഉള്ളത് മോൾക്ക്. അന്നേരം അച്ഛൻ തന്നെയാ പ്രശ്നം കൊണ്ടുവരുന്നത്. അപ്പോൾ അതാ ഇപ്പം നന്നായതല്ലേ. അച്ഛൻ എന്ത് പ്രശ്നമാണ് കൊണ്ടുവന്നത് മോൾക്ക്? അപ്പം എന്നെ നോക്കാൻ ഒരാളെ ഇവിടെ കൊണ്ടുവന്നില്ലേ എന്ന് ഗൗരിക്കുട്ടി ചോദിച്ചപ്പം അത് പ്രശ്നമാണോ? മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്നോട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന ആളല്ലേ എന്നൊക്കെ ഗൗരിക്കുട്ടി ചോദിക്കുമ്പോൾ ഇതാരാ ഇതൊക്കെ പറഞ്ഞത്? വരുന്നയാൾ അങ്ങനെയുള്ള ഒരാളാണെന്ന്? അതൊരു പാവം അങ്കിളാന്നേ വരുന്നത്. അച്ഛനേക്കാൾ പാവം. എന്താ പോരെ? അല്ല, ഒന്നും അല്ല. അപ്പോൾ ഭയങ്കര പ്രശ്നക്കാരനാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം. ചമ്പൂകൻ. ചമ്പൂകനോ? വല്ലപ്പോഴും ഒക്കെ കാർട്ടൂൺ കാണാം. എപ്പോഴും ന്യൂസ് കണ്ടാൽ പോരാന്ന് നമ്മുടെ ഗൗരിമോള്. അപ്പം ശരി, ഇനി മുതൽ ഞാൻ കാണാം കേട്ടോ, പോരെ? അല്ല, ഏത് കാർട്ടൂണാണ് കാണേണ്ടത്? ഏതിൽ ഈ പറഞ്ഞ ആളൊക്കെ ഉള്ളത്? അപ്പം അച്ഛൻ കാണണ്ട, അതിനുള്ള ക്ഷമ അച്ഛനില്ല എന്ന് നമ്മുടെ ഗൗരിമോള്. എനിക്ക് വേണ്ടി ചമ്പൂകൻ അയച്ചത് അച്ഛൻ തന്നെയല്ലേ. അപ്പോൾ പിന്നെ അച്ഛൻ കണ്ട ചോട്ട ഭീമിൻ്റെ അടുത്തേക്കേ അയാളെ അയച്ചാൽ എന്താകുമെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ പറയാം. അച്ഛനോട് കാർട്ടൂൺ കഥകളൊക്കെ പറയുമ്പോൾ തരുണിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മോൾ എന്താ ഈ പറയണേ എന്നൊക്കെ ചോദിച്ച് തിരിച്ച് കഥ ചോദിക്കുക. അച്ഛനോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഗൗരിമോളി പാല് കുടിക്കും, അച്ഛൻ ഇനി ഒന്നും പറയാൻ മന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, ഈ പാല് ഞാൻ ആ വരുന്ന ചമ്പൂകന് കൊടുക്കും, എന്നിട്ട് അതിൽ പൊടിയും കലക്കും എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ കൊച്ച് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ചമ്പൂകനെ പോലെ ഒരാൾ ബൈക്കിൽ വന്നിങ്ങനെ നിൽക്കും, നമ്മുടെ വിക്രം. അങ്ങനെ അച്ഛനും മോളും കൂടി ആദ്യമായി കാണുക. ഭയങ്കര സ്റ്റൈലായിട്ട് നമ്മുടെ വിക്രം വന്ന് ഇറങ്ങുന്നു, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. അപ്പോൾ വിക്രത്തെ കണ്ടപ്പോൾ അവിടെ നിന്ന് ആ ഒരു വേലക്കാരിയൊക്കെ കണ്ണും വീഴ്ചിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് അതിൻ്റെ ഭർത്താവ്, നീ എന്താ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന, അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു ആ പുള്ളിക്കാരിയോട്. പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. കുഞ്ഞാണ് വിക്രത്തെ കണ്ടതും ഈ തൂണിൻ്റെ മറവിൽ ഒളിച്ച് നിന്നൊക്കെ ഇങ്ങനെ കാണുക. വിക്രം നേരത്തേക്ക് വലിയ ഗതയൊക്കെ പിടിച്ച് വലിയ ചമ്പൂകൻ്റെ വേഷം കെട്ടി വന്ന് നിൽക്കുന്നതായിട്ടാ കുഞ്ഞിന് തോന്നുന്നത്. വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞിന് അയ്യോ എന്നും പറഞ്ഞിങ്ങനെ പേടിയായിട്ട് ഒളിച്ച് നിൽക്കുക. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ വിക്രം ആദ്യമായി കാണുന്നു. ആ ഒരു സമയം തരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. തരുൺ ഇറങ്ങി വന്നപ്പോൾ വിക്രം അവിടെ നിൽക്കില്ല. അപ്പോൾ ഹലോ സാർ എന്ന് പറഞ്ഞ കൈയൊക്കെ കൊടുത്തു. ഞാൻ ആൻഡ്രൂ സാറ് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം മോളാണോ അകത്തേക്ക് കയറി ഓടിയത്? അവൾ കാണുന്ന കാർട്ടൂണിലെ പ്രധാന വില്ലനാണ് അവളെ നോക്കാൻ വരുന്നതെന്ന് അവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ പേരും വിളിച്ച് അകത്തേക്ക് ഓടിയത്. അയ്യോ, പേടിച്ചിട്ട് ഓടിയതാണോ എന്ന് ചോദിച്ചു വിക്രം. അങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല. അപ്പം ചമ്പൂകൻ ഐ വിൽ കിൽ യു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിൾസ് തോക്കും എടുത്തുകൊണ്ട് വന്ന് ഗൗരിമോള് വിക്രത്തിൻ്റെ നേരെ വെടിവെക്കുന്നു. അപ്പോൾ വിക്രം ആരാ മോൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉരുണ്ട് അവിടെ അങ്ങനെ വീഴുന്നു. അങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ പോയി കിടക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിൻ്റെ ആക്ടിങ് ഒക്കെ കണ്ട് ഗൗരിമോൾ അകത്തേക്ക് കയറി ഓടി. ആ സമയം ഭയങ്കര സന്തോഷമായി അവർക്ക്. വിക്രം കുഞ്ഞിന് പറ്റിയ ഒരാളാണെന്ന് തരുണിന് മനസ്സിലായി. തരുൺ എന്നിട്ട് വിക്രത്തിന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക. അപ്പം സോറി കേട്ടോ, മോളങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തരുണ. അപ്പോൾ സാരമില്ല, ആ ഒരു സ്പീഡിലെടുത്തിട്ടാണ് അപ്പോൾ വീണ് കിടക്കുന്ന പോലെ അഭിനയിച്ചത്. അവളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, ഒരു രസമല്ലേ എന്ന് ചോദിച്ചു വിക്രം. അപ്പോൾ വൈദ്യുവേ ഞാൻ തരുൺ, പിന്നെ ഒരാൾ വരും എന്നുള്ളതല്ലാതെ ആളുടെ പേരൊന്നും ആൻഡ്രൂ ചേട്ടൻ പറഞ്ഞില്ല. ഓ, ഞാൻ വിശ്വം എന്നും പറഞ്ഞ പേര്. അപ്പോൾ ഓക്കെ വിശ്വം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. പിന്നെ കാര്യങ്ങളൊക്കെ ആൻഡ്രൂ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ ഉവ്വ. മോള് കുറച്ച് കഴിയുമ്പോഴേക്കും പോവാറാകും, ഞാൻ കൊണ്ടുവന്ന് ആയിക്കോളാം. അയ്യോ അത് വേണ്ട, അവൾക്ക് സ്കൂൾ ബസ് വരും, പിന്നെ സ്ട്രിക്റ്റായിട്ട് അവളെ ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും അസാധാരണമായിട്ട് കണ്ടാലോ സംശയം തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാലോ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. പിന്നെ അവളുടെ മുന്നിൽ വെച്ച് ആരുമായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കരുത്, എക്സ്പെഷ്യലി ഒരു ഫൈറ്റിനുള്ള അവസരമൊന്നും ഉണ്ടാക്കരുത് എന്നും ഇങ്ങോട്ട് വന്നാൽ പോലും ഒഴിഞ്ഞു പോകണമെന്നും തരുൺ ഇങ്ങനെ വിക്രത്തോട് പറയാം. അപ്പോൾ മനസ്സിലായി സാർ, എല്ലാം എന്നോട് ആൻഡ്രൂ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് വിക്രം തരുണിനോട് പറയാം. എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. വേണ്ട, ഞാനിവിടെ പുറത്ത് നിന്നോളാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തരുൺ അകത്തേക്ക് പോയി. വിക്രം ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ വിക്രത്തെ നോക്കിക്കൊണ്ട വേലക്കാരി അവിടെ നിൽക്കുക. ഷീല, ഈ അകത്ത് കയറി പോകാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ്. ആ പുള്ളിക്കാരി അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അതാരാ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗരിയെ നോക്കാനായിട്ട് തരുൺ സാർ ഏർപ്പാടാക്കിയ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ചായ എടുപ്പിക്കാം. ഗൗരിമോൾക്കുള്ളത് റെഡിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന കാര്യം അമ്മയോട് പറഞ്ഞു. പിന്നെ അമ്മ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം.
അപ്പോൾ ദേ അമ്മയും വേലക്കാരിയും കൂടെ സംസാരിക്കുന്നു. പിന്നെയും നമ്മുടെ ഗൗരിമോൾ ഇങ്ങനെ നമ്മുടെ വിക്രത്തെ പരീക്ഷിക്കാനായിട്ട് വിക്രത്തിൻ്റെ പിന്നാലെ നടക്കുക കേട്ടോ. അടുക്കളയിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഗൗരിമോൾ ഇങ്ങനെ പോയി ഒളിച്ച് നിൽക്കുന്നു. അതിനുശേഷം ഫോൺ എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ആ സമയത്ത് അതേ നമ്മുടെ ഈ പാലിലേക്ക് ഈ ബൂസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഗൗരിമോൾ എടുത്തുകൊണ്ടൊന്ന് വീഡിയോയിൽ പിടിക്കുക. മോളല്ലാതെ വേറെ ആരാ ഇത് കഴിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചെടുത്ത് വായിലേക്ക് ഇടുന്നു. എന്നിട്ട് ബാക്കി പാലിലേക്ക് ഇട്ടു. അങ്ങനെ അത് മുഖമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരി പാലുമായിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഗൗരിമോൾ ഇതെല്ലാം വീഡിയോയിൽ പിടിച്ചിട്ട് മിടുക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ഗൗരിമോളുടെ മുഖത്ത് ആ പേടിയും കാര്യങ്ങളും ഉണ്ട്, വന്നിരിക്കുന്നത് ജംബൂകനാണെന്നുള്ള പേടി. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേലക്കാരി ചായയൊക്കെ ആയിട്ട് ചെല്ലുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.